ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചാണ്. അപ്പോൾ BNS, BNSS, ഭാരതീയ സാക്ഷ്യ BS തുടങ്ങിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പഴയ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതിന് പകരമായിട്ട് ഇതിന് ബദലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കറണ്ട് അഫയേഴ്സ് രീതികളൊക്കെ ഇനി വരുന്ന CPO എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഭാഗത്ത് നിങ്ങൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് ഇതുവരെ നടന്ന വിവിധ PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരുന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ ആദ്യം നോക്കാം. ഇപ്പോൾ ഇംഗ്ലീഷിലാണ്, ഇതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ദ ഗവൺമെന്റ് ഹാസ് introduced 3 bills: ഭാരതീയ ന്യായ സംഹിത ബിൽ 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS ബിൽ ആൻഡ് ഭാരതീയ സാക്ഷ്യ ബിൽ 2023 to replace the Indian Penal Code 1816, Criminal Procedure Act 1898 and the Indian Evidence Act 1872 respectively. അതായത് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് 1816, Criminal Procedure Act 1898 and the Indian Evidence Act 1872 respectively. അപ്പോൾ ആ ഒരു സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ ഇതുവരെ, അതിലെ പല ശിക്ഷകളൊക്കെ ആയിരുന്നു ഇന്ത്യയിൽ ഇതുവരെ 2024 വരെ ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ അതിന് ബദലായിട്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ IPCക്ക് പകരമായിട്ട് വന്ന ആളാണ് ഭാരതീയ നാഗരിക സംഹിത. ഭാരതീയ നാഗരിക സംഹിത എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത, IPCക്ക് പകരമായിട്ട് വന്നതാണ് ഭാരതീയ ന്യായ സംഹിത, BNS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ഇനി ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് CRPCക്ക് പകരം വന്നതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് ബദലായിട്ട് വന്നതാണ് ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് പലപ്പോഴായിട്ടും പല എക്സാമിനും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതിന് ബദലായിട്ടാണ് പുതിയ നിയമം വന്നിട്ടുള്ളത്, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് ഇതിന് ഉദ്ദേശം എന്നാണ് പറയുന്നത്. ഫോർ എ ലോങ് പീരീഡ് ഇറ്റ് ഹാസ് ബീൻ റിക്കഗ്നൈസ്ഡ് ദാറ്റ് revamp the criminal justice system in India is necessary. The existing laws stemming from the colonial era no longer represent the present day dynamic and aspiration of Indian society. അതായത് ഈ 1860 കാലഘട്ടം, അതായത് 18ാം നൂറ്റാണ്ടിലുള്ള പല ശിക്ഷാ നിയമങ്ങളൊക്കെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന IPCയിലും CRPCയിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലൊക്കെ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു സെഞ്ചുറി അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, റെപ്രസെന്റ് ചെയ്യുന്നില്ല. പല ശിക്ഷകളും പല റൂളുകളും ഈ കാലത്തെ അനുസൃതമായിരുന്നില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക, അതായത് പുതിയ നിയമങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ പഴയതിനെ മൊത്തമായിട്ട് തുടച്ചു നീക്കുക എന്നല്ല അർത്ഥം. കുറച്ച് റീപ്ലേസ്മെന്റ് നടത്തുക, കുറച്ച് ആവശ്യമില്ലാത്ത സെക്ഷൻസ് എടുത്തു കളയുക എന്നൊക്കെ ഉള്ളതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IPC എന്ന് പറയുന്ന ആക്ച്വല് 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. IPCയിൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ IPCക്ക് ബദലായിട്ട് വന്ന BNS ആയപ്പോഴേക്കും സെക്ഷൻസിന്റെ എണ്ണം വളരെ കുറഞ്ഞു, 358 മാറിയിട്ടുണ്ട്. അതായത് വലിയൊരു ചേഞ്ച്, സെക്ഷൻസിലൊക്കെ വളരെ ഒരു കുറവ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ മോഡേൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് ഉള്ള ലോസും അതുപോലെ റൂളുകളൊന്നും ആയിരുന്നില്ല പല സെക്ഷൻസിലും ഈ ഒരു പഴയ ക്രിമിനൽ ലോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, പുതുതായിട്ട് എന്തെങ്കിലും ശിക്ഷകളുടെ കാഠിന്യം കൂട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ആഡ് ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്. കമ്മിറ്റീസ് ലൈക്ക് ദ ബെസ്ബാറോ കമ്മിറ്റി, വിശ്വനാഥൻ കമ്മിറ്റി, മലിമാത് കമ്മിറ്റി, മാധവ് മേനോൻ കമ്മിറ്റി ഹാഡ് ആൾസോ റെക്കമെൻഡഡ് റിഫോംസ്. അപ്പോൾ ഈ ഒരു ഇത്തരം കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരം റിഫോംസിനെ കുറിച്ച്, നമ്മുടെ
ക്രിമിനൽ ലോസിൽ പല ചേഞ്ചുകളും വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പല റിഫോംസും കൊണ്ടുവരണമെന്ന് ഈ പറയുന്ന കമ്മിറ്റികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റ് ഒരു നോളജ് മാത്രമായിട്ട് കരുതുക, ഇത് എക്സാമിന് ചോദിക്കാൻ പോകുന്നൊന്നുമില്ല. ഈ കമ്മിറ്റികൾ ഇതിനു മുൻപ്, ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും പല കമ്മിറ്റികളും ഇന്ത്യയുടെ ക്രിമിനൽ ലോസിൽ പല റിഫോംസും കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് പല ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇനി ദ ന്യൂ ക്രിമിനൽ ലോസ്, ദ ഭാരതീയ ന്യായ സംഹിത, ദ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ആൻഡ് ദി ഭാരതീയ സാക്ഷ്യ അധിനിയം ആർ ടേക്കിംഗ് എഫക്ട് ഫ്രം ജൂലൈ 1, 2024. അപ്പോൾ 2024 ജൂലൈ 1 തൊട്ടിട്ടാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഈ ക്രിമിനൽ ലോസ് ആക്ച്വലി അതിന്റെ എഫക്റ്റ് ആയിട്ട് അത് നിലവിൽ വരുന്ന ഡേറ്റ് ആണ് ജൂലൈ 1, 2024. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്, പല PSC എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. സോ BNS, BNSS, BS തുടങ്ങിയ ക്രിമിനൽ ലോസ് കമ്മിങ് ടു ഫോഴ്സ് എന്നാണ് ജൂലൈ 1, 2024. Shafi is accused in the first FIR registered under the new criminal law ഭാരതീയ ന്യായ സംഹിത ഇൻ കേരള അറ്റ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ. അതായത് ഈ ഷാഫി എന്നുള്ള പേരൊന്നും പഠിക്കണ്ട, മനസ്സിലാക്കുക. ഈ IPCക്ക് പകരം BNS വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് BNS കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. നിങ്ങൾ ആ ഒരു പോയിന്റോട് അതുമാത്രം പഠിച്ചാൽ മതി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് BNS പ്രകാരം ആദ്യമായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് കേസ് എവിടെ രജിസ്റ്റർ ചെയ്തത്, സൂൺ ആഫ്റ്റർ ദി ഭാരതീയ ന്യായ സംഹിത came into effect on July 1, a bike theft incident in Madhya Pradesh Gwalior district became the first case to be registered under the India's new criminal code. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന BNS പ്രകാരമുള്ള ഫസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്, ഫയൽ ചെയ്തത് എന്നാണ്, അത് എന്നല്ല, അത് എവിടെയാണ്, ഗ്വാളിയോറിലാണ്, മധ്യപ്രദേശിലെ ഗ്വാളിയോർ. അപ്പൊ കേരളത്തിലാണെങ്കിൽ കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ആദ്യ കേസ് ഫയൽ ചെയ്തത്. ഇനി ഇന്ത്യയിലാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ഫസ്റ്റ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ BNS comprises 20 chapters and 358 sections. Its structure is similar to that of the IPC. അപ്പോൾ 20 ചാപ്റ്റേഴ്സും 358 സെക്ഷൻസുമാണ് ഈ ഒരു BNSൽ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഇനിയുള്ള എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു IPCക്ക് പകരം നിങ്ങൾ BNS മാറ്റി പഠിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന CPO എക്സാം ആണ്. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് സിലബസിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ BNSലെ പല സെക്ഷൻസും എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 20 ചാപ്റ്റേഴ്സും 358 സെക്ഷൻസും ആണ്. അപ്പോൾ നിങ്ങൾ ഒരു യൂണിഫോം പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും എടുത്ത് കീറി മുറിച്ച് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 20 ചാപ്റ്റേഴ്സും 358 സെക്ഷൻസും ആണ് എവിടെയുള്ളത്, നമ്മുടെ BNSൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ BNSുമായി ബന്ധപ്പെട്ട ബില്ല്, ഈ ഒരു ആക്ട് 20 ഡിസംബർ 2023 ലോക്സഭയിൽ പാസ്സാക്കുന്നത്. ഓക്കെ, രാജ്യസഭയിൽ 21 ഡിസംബർ 2023 പാസ്സാക്കുന്നത്. ഇനി നിലവിൽ വരുന്ന ദിവസമാണ് 2024 ജൂലൈ 1. അപ്പോൾ ഈ ഒരു പുതിയ ക്രിമിനൽ നിയമങ്ങൾ ലോക്സഭയിൽ പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20. 2023 ഡിസംബർ 20 ലോക്സഭയിൽ പാസ്സാക്കുന്നത്. ഓക്കെ, ഡിസംബർ 20. തൊട്ടടുത്ത ദിവസം രാജ്യസഭയിലും പാസ്സാകുന്നുണ്ട്. 2024 ജൂലൈ 1 എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം ഇത് നിലവിൽ വരുന്നത് 2024 ജൂലൈ 1. ഓക്കെ ആണല്ലോ. പിന്നെ ഇതിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരായിരിക്കും, ദ്രൗപദി മുർമു ആയിരിക്കും. പിന്നെ അടുത്തിടെ ഒരു എക്സാമിൽ ചോദിച്ചിരുന്നു ഈ ഒരു ബിൽ നമ്പർ എത്രയാണ്, അതായത് ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 ലോകസഭയിലെ ബിൽ നമ്പർ എത്രയെന്നൊരു എക്സാമിൽ ചോദിച്ചിരുന്നു. ഏത് എക്സാമിൽ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 173/2023. അപ്പൊ പാർലമെന്റിൽ അവതരിപ്പിച്ച, ലോകസഭയിൽ അവതരിപ്പിച്ച 173/2023 എന്ന് പറയുന്ന ബിൽ നമ്പർ ആണ് ഏതിനുള്ളത്, ഭാരതീയ ന്യായ സംഹിത ബില്ലിനുള്ളത്. അതൊരു അടുത്തിടെ ഒരു എക്സാമിൽ ചോദിച്ചിരുന്നു എത്രയാണ് ബിൽ നമ്പർ, എത്രയാണ്, 173/2023 എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ ക്രിമിനൽ ആക്ടിന്റെ അത് പാസ്സാക്കുന്ന ആ ഒരു ബിൽ നമ്പർ എന്ന് പറഞ്ഞ എത്രയാണ്, 173/2023 ഇതിന്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഇത് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ. ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ. ബിൽ നമ്പർ എത്രയാണ്? 173/2021. അടുത്തിടെ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലോക്സഭയിൽ പാസ്സാക്കിയ ഡേറ്റ്, രാജ്യസഭയിൽ പാസ്സാക്കിയ ഡേറ്റ് ഓക്കെ ആണല്ലോ. ഫൈനലി പാസ്ഡ് ബോത്ത് ചാമ്പേഴ്സ്, അതായത് രണ്ട് ചാമ്പേഴ്സിലും പാസ്സാക്കിയ ദിവസം ഒന്നാണ്. മീൻസ് രണ്ടും പാസ്സായി പോയത്, അതായത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത് പോകുന്നത് പ്രസിഡന്റിന്റെ കയ്യിലേക്കായിരിക്കും. സോ 21 ഡിസംബർ 2023 കൂടിയിട്ട് എന്ത് ചെയ്തു? ഇരു സഭകളിലും ഇതിന്റെ അംഗീകാരം ലഭിച്ചു. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ജസ്റ്റ് ഒരു കാര്യം മാത്രമാണ്, ഒരു ചോദ്യം, ഒരു PYQ മാത്രമാണ്. അതായത് ഈ ഒരു പുതിയ ക്രിമിനൽ ലോയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ്. അടുത്തിടെ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു. അത് ഓൾറെഡി ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതും ശരിയാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷി അധിനിയം, അതും ശരിയാണ്. പുതിയ പരിഷ്കാരം 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ്. എല്ലാം നമ്മൾ പഠിച്ചതാണ്, എല്ലാം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3, 4 ഇവയെല്ലാം ശരിയാണ്. എല്ലാം നമ്മൾ പഠിച്ച പോയിന്റ് ആണ്. നിങ്ങളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പോലീസ് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കലിന്റെ കാര്യമൊക്കെ പലർക്കും പല സംശയങ്ങളുണ്ടാവും. ഫിസിക്കലിന്റെ കാര്യമായാലും അങ്ങനെ പല സംശയങ്ങളുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം CC നിങ്ങളിലേക്ക് ഒരുക്കുകയാണ്. ഇപ്പോൾ ഡിസംബർ 7 2024 രാത്രി 7 മണിക്ക് രാഗിൽ സാറിന്റെ ഒരു വെബിനാർ ഉണ്ട്. ഈ പോലീസ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ പഠന സ്ട്രാറ്റജി എങ്ങനെയാണ്, സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പറയാനുള്ളത് ഈ PYQസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പുതിയ ക്രിമിനൽ നിയമങ്ങൾ വരുമ്പോൾ അത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ, അതിലെന്തൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു വെബിനാറിൽ അവൈലബിൾ ആവും. അതുകൊണ്ട് താഴെ കൊടുത്ത ലിങ്കിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഈ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യൂണിഫോം ജോലിക്കായിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കാം. ഇപ്പോൾ പുതിയ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം അടങ്ങുന്ന പുതിയ ഒരു PSCയുടെ പരിഷ്കാര പ്രകാരം നിങ്ങൾക്ക് CCയിൽ ഒരു യൂണിഫോം പോസ്റ്റിനായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8590202323. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഓരോ ടോപ്പിക്കും ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് അതൊരു കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ഓരോ ടോപ്പിക്കും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇതെല്ലാം നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, അതുപോലെ ഒരു മെന്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ ആ ഒരു ടോപ്പിക്സ് പറയാനുള്ള നോട്ട്, PDF നോട്ട്സും റെക്കോർഡിംഗും എല്ലാം അവൈലബിൾ ആണ്. റെക്കോർഡിംഗ് പ്രകാരമുള്ള ആപ്പിലെ റെക്കോർഡിംഗ് പ്രകാരമുള്ള റിവ്യൂ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിന്റെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.